ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചക്ക വരട്ടിയത് കൊണ്ട്. അപ്പോൾ ഇത് ചക്ക വരട്ടിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കട്ടിയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറുക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള ചക്ക വരട്ടിയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കുറുക്കി എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങ വേണം ഇതിലോട്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോഴത്തേക്കും എന്താ ഇപ്പോൾ ചക്ക കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കണം. അതിന് ശേഷം തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതും കൂടെ ചേർക്കുക നമ്മൾ. അപ്പം അത് ഫ്രൈ ചെയ്തിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പച്ചയായിട്ട് തന്നെ ചേർക്കാം. പിന്നെ ഗോതമ്പ് പൊടിയാണ്, ഞാനൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്രയാണോ ചക്ക എടുക്കുന്നത്, ചക്ക വരട്ടിയത്, അതിൻ്റെ ഒരു പകുതിയോളം മതിയാവും പൊടി. അപ്പോൾ അത് നമ്മൾക്ക് ഇച്ചിരി ആയിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഒരു പരുവം ആവണം. നമ്മൾ സ്പൂണിലിട്ട് കഴിയുമ്പോൾ വീഴണം. ആ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഇത് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്പൂണിലോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഇട്ട് നമ്മൾക്ക് ഇതുപോലെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഇതിപ്പം വലിയതായിട്ടും ഉണ്ടാക്കാം, ചെറുതായിട്ട് നമ്മുടെ സൈസിനനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കാം. ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഒരു ഇതാണ്. നമ്മൾ ചക്ക അടയും ഒക്കെ ഉണ്ടാക്കുന്നതിന് വരെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. നല്ല വെളിയിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ചക്ക ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പം കുഞ്ഞായിട്ടും ഒക്കെ 2 രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പം ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.